അച്ചിങ്ങ മെഴുക്ക് പുരട്ടി. അച്ചിങ്ങ നല്ലവണ്ണം കഴുകി വാരി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, സ്വല്പം വെള്ളം. കുറച്ച് വെള്ളം മതി, ഇത്രയും വെള്ളം മതി. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഈ അച്ചിങ്ങ നല്ലവണ്ണം ഈ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. നമ്മുടെ അച്ചിങ്ങ വെള്ളം വറ്റിയോന്ന് നമുക്ക് നോക്കാം. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. നമുക്കിത് മെഴുക്ക് പുരട്ടിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. സവാള പൊടിയായി അരിഞ്ഞ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. സവാള നല്ലവണ്ണം മൂപ്പിക്കണം, നല്ല ബ്രൗൺ നിറാവുന്നവരെ മൂപ്പിക്കണം. നമ്മുടെ ഉള്ളി നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അച്ചിങ്ങ അതിലേക്ക് ചേർത്ത് പതർത്തിയെടുക്കാം. ഇതാ അച്ചിങ്ങ ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ അച്ചിങ്ങ പാകമായിട്ടുണ്ട്. നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി പാകമായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓക്കെ, ഉണ്ടാവും നോക്കട്ടെ. ഇപ്പോൾ ഒക്കെ കറക്റ്റാണ്.